ഹായ്, ഐ ആം റിൻസി ഫ്രം ടിജൂസ് അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് OET റൈറ്റിങ്ങിൽ മെഡിക്കേഷൻസ് എഴുതുമ്പം എല്ലാവർക്കും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. അത് എങ്ങനെ സോർട്ട് ചെയ്യാമെന്നാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് മെഡിക്കേഷൻസ് എഴുതാൻ പറ്റും എന്ന് നോക്കാം. നമുക്ക് കുറച്ചധികം വെർബുണ്ട്. ആ വെർബ് അനുസരിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് മെഡിക്കേഷൻസ് തെറ്റുകൂടാതെ നമ്മുടെ ലെറ്ററിൽ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ട്രീറ്റ്, മാനേജ്, പ്രൊവൈഡ്, പ്രിസ്ക്രൈബ്, അഡ്മിനിസ്റ്റർ, കമൻസ്, ട്രാൻസ്ഫ്യൂസ് ആൻഡ് കൺട്രോൾ. ഇത് വെച്ചായിരിക്കും നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്ത് പോകേണ്ടത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് പേഷ്യൻറ്റിന് മെഡിക്കേഷൻ കൊടുത്തു എന്നാണ് നമ്മൾ മെഡിക്കേഷൻ എഴുതുമ്പോൾ മീൻ ചെയ്യേണ്ടത്. ഇപ്പം ഹീ കമൻസ്ഡ് ഓർ ഷീ കമൻസ്ഡ് എന്ന് വരികയാണെങ്കിൽ അതിന് കറക്റ്റ് മീനിങ് കിട്ടില്ല. സോ അതിൻ്റെ കൂടെ നമ്മൾ വാസും കൂടെ ചേർത്തിട്ട് എഴുതുമ്പോഴാണ് ഫുൾ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ആവുന്നത്. സോ ഈ മുകളിൽ നമ്മൾ പറഞ്ഞ വെർബ് വെച്ചിട്ട് എങ്ങനെ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. ട്രീറ്റ്, മാനേജ് ആൻഡ് പ്രൊവൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഹി ഓർ ഷീ വാസ് പ്രൊവൈഡഡ് വിത്ത്, ഹി ഓർ ഷീ വാസ് ട്രീറ്റഡ് വിത്ത്, ഹി ഓർ ഷീ വാസ് മാനേജ്ഡ് വിത്ത്. ഇങ്ങനെയായിരിക്കും നമ്മൾ ആ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നോക്കാൻ വേണ്ടി പോകുന്നത് പ്രിസ്ക്രൈബ് ആൻഡ് അഡ്മിനിസ്റ്റർ. ഇതിൻ്റെ കൂടെയും നമുക്ക് വിത്തിൻ്റെ ആവശ്യമില്ല. അപ്പം എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഹി ഓർ ഷീ വാസ് പ്രിസ്ക്രൈബ്ഡ്, ഹി ഓർ ഷീ വാസ് അഡ്മിനിസ്റ്റേർഡ്. മുകളിൽ പറഞ്ഞ മൂന്നെണ്ണത്തിൻ്റെ കൂടെ വിത്ത് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഡയറക്റ്റ്ലി നമുക്ക് വാസ് പ്രിസ്ക്രൈബ്ഡ് അല്ലെങ്കിൽ വാസ് അഡ്മിനിസ്റ്റേർഡ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് ട്രാൻസ്ഫ്യൂസ്ഡും വരുന്നത്. ഇതിനും വാസ് ട്രാൻസ്ഫ്യൂസ്ഡ് എന്ന് എഴുതിയാൽ മതി. പക്ഷേ കൺട്രോൾഡ് ബൈ IV അനാൽജസിക്സ്, ഇൻട്രാവീനിയസ് ഫ്ലൂയിഡ്സ് ഇങ്ങനെയൊക്കെ വരുമ്പം കൺട്രോൾഡിന് കൂടെ നമ്മൾ എഴുതുന്നത് ബൈ ആണ്. അപ്പം ഹി ഓർ ഷീ വാസ് കൺട്രോൾഡ് ബൈ അനാൽജസിക്സ്. ഇങ്ങനെ ആയിരിക്കും നമ്മൾ മെഡിക്കേഷൻസ് ഓർഗനൈസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ടഡ് ആണ്. സ്റ്റാർട്ടഡ് എന്ന് ഒരിക്കലും നമുക്കൊരു പ്രൊഫഷണൽ ലെറ്ററിൽ പറയാൻ വേണ്ടി പറ്റില്ല. സോ നമുക്ക് സെയിം മീനിങ് ഉള്ള വേറൊരു വെർബ് എടുക്കാം. അതാണ് കമൻസ്ഡ്. സോ വാസ് കമൻസ്ഡ് ഓൺ, സ്റ്റാർട്ട് ചെയ്തു, ഹോസ്പിറ്റലിൽ വെച്ച് മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. സോ വാസ് കമൻസ്ഡ് ഓൺ എന്നേ വരികയുള്ളൂ. അതിൻ്റെ കൂടെ വിത്ത് നമ്മൾ യൂസ് ചെയ്യില്ല. എപ്പോഴും മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തു, വാസ് കമൻസ്ഡ് ഓൺ. ഇങ്ങനെയായിരിക്കും നമ്മൾ മെഡിക്കേഷൻസ് എഴുതേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് കൊടുത്തു എന്ന് പറയേണ്ട, നേരത്തെ മുതലേ പേഷ്യൻ്റ് എടുക്കുന്ന ഒരു മെഡിക്കേഷൻ ആണെങ്കിൽ ലൈക്ക് റാമിപ്രിൽ, അട്രോവാസ്റ്റാറ്റ്, ഇത് കൊളസ്ട്രോൾ ആൻഡ് ഹൈപ്പർ ടെൻഷൻ എന്ന കണ്ടീഷന് വേണ്ടി എടുക്കുന്നതാണ്. അത് നേരത്തെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം കൊടുത്തു എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മെഡിക്കേഷൻ എഴുതുമ്പം ഹി ഓർ ഷീ ടേക്സ് അല്ലെങ്കിൽ ഹി ഓർ ഷീ ഈസ് ഓൺ എന്ന് മെൻഷൻ ചെയ്താൽ മതി. അതുപോലെ നേരത്തെ എടുത്തിരുന്നു ഇപ്പോൾ എടുക്കുന്നില്ല, കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ വാസ് ഓൺ. അപ്പം എങ്ങനെ എഴുതും? ഷീ ഓർ ഹി വാസ് ഓൺ എന്ന് എഴുതിയാൽ മതിയാകും. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മെഡിക്കേഷൻസ് എഴുതുമ്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഡൗട്ട് ഇല്ലാതെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് യു. താങ്ക് യു.